ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് തൊട്ട് നവരാത്രി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും 9 ദിവസം സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നവരാത്രി ഗൊലു ഒക്കെ വയ്ക്കുവേ. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ഗൊലു സ്റ്റാൻഡിൻ്റെ പടികളും തട്ടുകളും. ഇതൊക്കെ ഞാൻ ഏകദേശം ഒന്ന് തുടച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് സമയം ഒന്നുകൂടെ തുടയ്ക്കാം. ഇത് 5 പടികളുള്ള ഗൊലു സ്റ്റാൻഡാണ്. അപ്പോൾ കുറച്ച് ബൊമ്മകൾ ഞാനിവിടെ തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും ഉണ്ട്, അത് നമുക്ക് പൊടിയൊക്കെ കളഞ്ഞിട്ട് വെക്കാവേ. മറ്റന്നാൾ തിങ്കളാഴ്ച മുതലാണ് നമ്മൾ കുംഭമൊക്കെ വെച്ച് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കിന്ന് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട്, ഈ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ട് മറ്റന്നാളാണ് നമ്മൾ ബൊമ്മകളെടുത്ത് വെക്കാൻ പോകുന്നത്. ഇത് നമ്മൾ കുറച്ച് ബൊമ്മകളുണ്ട്. നമുക്കിനി നമുക്ക് വൃത്തിയാക്കാം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് തുറന്ന് നോക്കാം. എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഇല്ലയോ എന്ന്. 2 പേപ്പർ വെച്ചൊക്കെയാണ് പൊതിയുന്നത്. കാരണം ഇത് കുറച്ച് റിസ്കി ആയിട്ടുള്ളതല്ലേ, പെട്ടെന്ന് ഇത് പൊട്ടുന്ന ടൈപ്പല്ലേ. ഇത് നമ്മുടെ മഹാവിഷ്ണു ആണേ. ഇനി അടുത്ത് നോക്കാം. നല്ലോണം കെയർ ചെയ്ത് വേണം നമ്മളിത് സൂക്ഷിക്കാൻ. നമ്മളിങ്ങനെ വലിച്ചു ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടും. പിന്നെ നമ്മൾ ആ കടക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നോക്കാത്തതുകൊണ്ടല്ലേ. ഇത് നരസിംഹമൂർത്തിയാണേ. ഓക്കെ, ഇത് നമുക്ക് അകത്തോട്ട് പോയി വെച്ച് ചെയ്യാം. കാരണം ഇതൊരു ബെഞ്ചിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വല്ല കൈ തട്ടിപ്പോയി കഴിഞ്ഞാൽ അത് പൊട്ടും. കണ്ടോ, ഇത്രയും വലിയൊരു ബൊമ്മയാണ്. അപ്പം ഇതിനൊക്കെ നമ്മൾ കടലാസ് വെച്ച് പൊതിയാൻ പറ്റത്തില്ല. അപ്പം കവർ വെച്ചാണ് പൊതിഞ്ഞിരിക്കുന്നത്. ഞാനിത് തുറന്നിട്ട് കാണിക്കാം. നമ്മുടെ ഭഗവതിയാണേ. എന്ത് രസമുണ്ടല്ലേ കാണാൻ. അപ്പം ഇത്രയും വലിയതൊക്കെ നമ്മൾ ഇങ്ങനത്തെ കവറുകൾ അങ്ങനത്തെ സംഭവങ്ങളാണ് സൂക്ഷിച്ച് വെക്കുന്നത്. പാർവതിയുടെ ഒരു ബൊമ്മയാണ്. ഇതും ഭയങ്കര രസമായിട്ടുണ്ടല്ലേ. ഇത് ശ്രീരാമനും ഇത് സരസ്വതി ദേവിയും. പിന്നെ ഞാൻ ഏതൊക്കെയോ ഭഗവാനെ കൂടി കൊണ്ടുവന്നായിരുന്നേ, അത് ഞാൻ എടുക്കാൻ മറന്നുപോയി വീഡിയോ. ഇത് നരസിംഹമൂർത്തിയാണേ. ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ്. കാരണം ഇതൊക്കെ വരച്ചെടുക്കുക, പെയിൻ്റ് അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മളിത് മേടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ദേഷ്യം വരും, ഇത്രയും വില കൂടുതലാണല്ലോ എന്ന്. പക്ഷേ ഇത് വെർത്താണ്. നമുക്ക് കുറേ കാലം നിൽക്കും. നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കുന്നതാണ്.